ചിലപ്പോൾ നമുക്കൊക്കെ തോന്നുന്നൊരു തോന്നല് നമുക്കൊഴികെ ബാക്കി എല്ലാവർക്കും വട്ടാണ്. സാധാരണ ഇത് പറഞ്ഞ് നടക്കാറുണ്ട്, ഞാൻ പറയണ മാത്രമാണ് ശരി, ബാക്കിയുള്ളവർ പറയുന്നത് മുഴുവൻ തെറ്റാണ്. കാരണം എല്ലാവരിലും കണ്ടെത്തുന്നത് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം. ഇതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ ഈ ഡയലോഗ് അടിച്ചു പോകുന്നത്. നിങ്ങൾ എപ്പോഴെങ്കിലും ഈ സ്വർണ്ണപ്പണി നടക്കുന്ന ഏരിയകളിലേക്ക് പോയിട്ടുണ്ടോ? എൻ്റെ കുട്ടിക്കാലത്ത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. സ്വർണ്ണപ്പണി നടക്കുന്ന ഒരു ഏരിയയുടെ സൈഡിൽ കുറേ നാടോടികൾ ഉണ്ടായിരുന്നിട്ടുണ്ട്. ഈ നാടോടികൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ വഴി പോകുന്ന ചെറിയ ചാലില്ലേ, ഓടാന്ന് പറയുന്ന സ്ഥലം, അവിടെ പോയിരുന്നിട്ട് ഇങ്ങനെ അരിക്കും. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എന്തോ അരിക്കുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ അത്ഭുതത്തോടു കൂടി അന്ന് അപ്പൂപ്പനോട് ചോദിച്ചിട്ടുണ്ട്, അപ്പോൾ ഇവരെന്താ ഇങ്ങനെ ഇരുന്ന് എപ്പോഴും അരിക്കുന്നതെന്ന്. അപ്പോൾ അപ്പൂപ്പൻ എന്നോട് പറഞ്ഞു, അവരരിക്കുന്നത് സ്വർണ്ണമാണ്. അത്ഭുതപ്പെട്ടു പോയില്ലേ? ഈ പറഞ്ഞ കണക്ക് ഈ പറയുന്ന വൃത്തികെട്ട ചാലിൽ നിന്ന് എവിടെയാണ് സ്വർണ്ണം കിട്ടണേ? സ്വർണ്ണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ സ്ഥലങ്ങളിൽ നിന്ന് വരുന്നതല്ലേ, എന്തോരം വിലയുള്ള സാധനം. അപ്പോൾ കുട്ടിക്കാലത്തൊരു കാഴ്ചപ്പാട് അങ്ങനെയായിരുന്നു. പക്ഷെ പിന്നീടാണ് മനസ്സിലായത്, ആ പറയുന്ന ചാലിൽ നിന്ന് എവിടെയോ കിട്ടാൻ സാധ്യതയുള്ള ചെറിയൊരു തരി, ഈ തരി എന്നൊക്കെ പറയുമ്പോൾ മില്ലിഗ്രാമാണ്, ആ തരി പൊന്നിന് വേണ്ടിയിട്ടാണ് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇവരിരുന്ന് അരിക്കുന്നത്. ഈ വൃത്തികെട്ട വെള്ളവും അല്ലെങ്കിൽ അതിലൂടെ വരുന്ന പൊടിയും ഒക്കെ അരിക്കുമ്പോൾ അവർ അതിൽ കാണുന്നത് ആ വൃത്തികേടല്ല. ദേ ആർ നോട്ട് ലുക്കിംഗ് അറ്റ് ദ ഡേർട്ട്, വെയർസ് ദേ ആർ ട്രൈങ് ടു ഫൈൻഡ് ദാറ്റ് സ്മോൾ 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 പീസ് ഓഫ് ഗോൾഡ്. ആ ചെറിയൊരു തരിപ്പൊന്ന് അതിന് വേണ്ടിയിട്ടാണ് അന്വേഷിക്കുന്നത്. ഒരുപക്ഷെ അതിൽ തന്നെ ശ്രദ്ധ ഊന്നുന്നത് കൊണ്ട് മാത്രമാണ് അവർക്ക് ആ തരിപ്പൊന്ന് അതിൽ നിന്ന് കിട്ടിപ്പോകുന്നത്. പക്ഷെ മനുഷ്യരുടെ കാര്യം എടുക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? ഓരോ മനുഷ്യരിലും എന്തൊക്കെ ഡേർട്ടാണ് ഉള്ളത്, എന്തൊക്കെ നെഗറ്റിവിറ്റിയാണ് ഉള്ളത്, ഇതാ നമ്മൾ ഇന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ തപ്പുന്നത്. വേറസ് എത്രയൊക്കെ നെഗറ്റിവിറ്റി ഉണ്ടെങ്കിലും ആ മനുഷ്യനിലുള്ള ഏതോ ഒരു പോസിറ്റിവിറ്റി, അതിനെ കാണാൻ നമുക്ക് സാധിക്കുന്നുവെങ്കിൽ കുറേയേറെ പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് വെളിയിൽ വരാൻ പറ്റും. ചെറിയ കാര്യങ്ങൾക്ക് പോലും വിഷമിക്കുക, ചെറിയ കാര്യങ്ങൾക്ക് പോലും ആത്മഹത്യ ചെയ്യുക, ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ട്രെൻഡ് അല്ലേ? ചെറിയൊരു കാര്യം പോലും മനസ്സുകൊണ്ട് സഹിക്കാൻ പറ്റാതെ വരുന്നൊരവസ്ഥ. എന്തിനധികം 10ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികൾ വരെ ജീവിതം അവസാനിപ്പിക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ചു പോകുന്ന ഒരു സാഹചര്യം. എന്ത് നഷ്ടപ്പെട്ടു എന്നാണ് നിങ്ങൾ കരുതുന്നത്? നിങ്ങളുടെ കാറിൻ്റെ താക്കോല് കളഞ്ഞാൽ നിങ്ങൾ കാറിൻ്റെ താക്കോല് തപ്പല്ലേ ചെയ്യുക? അതല്ലാണ്ട് അയ്യോ ഇതെൻ്റെ വിധിയാണ്, ഇന്ന് ദൈവം കൽപ്പിച്ചിരിക്കുന്നത് കാറിൻ്റെ താക്കോല് കളയാനാണ്, ഇതോടുകൂടി എൻ്റെ യാത്ര എല്ലാം മുടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് താടിക്ക് കൈ കൊടുത്തിട്ട് നിങ്ങളൊരു സ്ഥലത്ത് പോയിരിക്കുക ചെയ്യുക. നമ്മൾ തപ്പില്ലേ? നമ്മൾ മറ്റുള്ളവരും കൂടെ വിളിച്ചുകൊണ്ട് വന്നിട്ട് അന്വേഷിക്കില്ലേ ഇതെവിടെയാണ് കളഞ്ഞു പോയതെന്ന്? അതുപോലെ പൈസയും ആരോഗ്യവും ഒക്കെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സമയം ചിലപ്പോൾ വന്നേക്കാം. വിഷമിക്കേണ്ട, തപ്പി നോക്ക്, നിങ്ങൾക്കിതൊക്കെ തിരിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ചെറിയൊരു കാര്യം കൊണ്ട് ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു എന്ന് കരുതി വിഷമിച്ച് പിന്മാറരുത്. നമുക്ക് ചെയ്തു തീർക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ആവശ്യമില്ലാത്ത എക്സ്ക്യൂസുകളെ ദയവ് ചെയ്ത് മാറ്റിവെക്കും. കട്ട് ഷോർട്ട് യുവർ എക്സ്ക്യൂസസ്, ഡബിൾ അപ്പ് യുവർ ആക്ഷൻസ്. വി ആർ ബോൺ ടു വിൻ.